ദൈവമേ, നശിപ്പിച്ച്. നിന്നോടാരെ കസേര കയറി ഇരിക്കാൻ പറഞ്ഞത്? കസേര ഇരിക്കാൻ ആരെങ്കിലും അനുവാദം ചോദിക്കണോ? എടി, കഴിഞ്ഞ 30 വർഷമായിട്ട് അച്ഛൻ ഈ കസേര ഇരുന്ന് ആഹാരം കഴിക്കുന്നത് നിനക്കറിയാവോ? ഞങ്ങൾ പോലും ഈ കസേര കയറി ഇരുന്നിട്ടില്ല. അച്ഛൻ ഈ പൊസിഷനിൽ ഇരുന്നാലേ ആഹാരം കഴിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അച്ഛനെ വിളിച്ച് ഞാൻ മാറിയിരിക്കാം. എടി, ഈ കസേര ഇന്നാൾക്ക് ഒരു ദിവസം ഒരു പൂച്ച കയറിയിരുന്ന്, ആ പൂച്ച കയറിയിരുന്നെന്ന് പറഞ്ഞ അച്ഛൻ ഒരാഴ്ച ആഹാരം കഴിച്ചില്ല. അറിയാവോ നിനക്ക്? ആ പൂച്ച ചത്തിട്ടാ ഞാൻ പിന്നെ അച്ഛൻ ഇവിടുന്ന് വല്ലതും കഴിച്ചത്. അച്ഛൻ ആഹാരം കഴിക്കാതെ അങ്ങോട്ടെങ്ങാനും പോയി അവിടെങ്ങാനും ബോധം കെട്ട് വീണ് ആശുപത്രി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ബന്ധുക്കളോട് ഞങ്ങൾ എന്ത് പറയും? അമ്മയോട് ഞാൻ എന്ത് പറയും? ഇത്രയും സംസ്കാരശൂന്യ ആവരുത് നീ. ചേട്ടാ, ഞാൻ അച്ഛനോട് വേണമെങ്കിൽ സോറി പറയാം. തൽക്കാലം ചേട്ടൻ കഴിക്കേ. അച്ഛൻ കഴിക്കാത്ത വീട്ടിൽ എനിക്കും വേണ്ട. ഞങ്ങളങ്ങനെ ശീലിച്ചിട്ടില്ല. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛൻ പട്ടിണി ഇരിക്കുമ്പോൾ നീ പോയി കഴിക്കുമായിരിക്കും, അത് നിന്റെ സംസ്കാരമാണ്. പക്ഷെ ഈ വീട്ടിൽ അങ്ങനെ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ചേട്ടാ, നീലക്കുപ്പി വെള്ളം കുടിക്കാമോ? ഇങ്ങനെ പോയി കഴിഞ്ഞാലേ നമ്മൾ രണ്ട് വഴിക്കാണ് സാധ്യത കാണുന്നുണ്ട് കേട്ടോ. ഓരോന്നും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യും. ഓരോന്നും ചെയ്യുന്നതിന് മുമ്പ് എന്നോട് ചോദ്യം, ഈ വീട്ടിൽ എങ്ങനെയാണ്? കുടിക്കാമെന്നോ കുടിക്കേണ്ടാണോ? കഴിക്കും.